ഒരു 35 വർഷം മുമ്പെയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു 32 അടി ഉയരത്തിൽ നിന്ന് താഴോട്ട് വീണു. തെങ്ങിൽ നിന്ന് താഴോട്ട് വീണു. വീണതിന് ശേഷം അന്നേരം ചികിത്സയെല്ലാം ചെയ്തെങ്കിലും പിന്നീട് പ്രായം കൂടുന്നതിനനുസരിച്ച് വേദനയും പ്രയാസവും കൂടി വന്നു. ഇപ്പം നട്ടലിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഡിസ്ക് ബൾജാണെന്ന് കൂടി പറഞ്ഞു. പിന്നീടും ആ വേദന ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ അത് കാലിനെയൊക്കെ വേദന വന്ന് കാലിൽ തരിപ്പും അതുപോലെ ഒരു പുകച്ചലും അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരു വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഇവിടെയുള്ള വെൽഫി മെഡിക്കൽ ഹബ്ബിലെ ചികിത്സയെ സംബന്ധിച്ച് കാണാനിടയായി. 2 ദിവസത്തെ ചികിത്സയോടുകൂടി തന്നെ എനിക്ക് ആ കാലിനുള്ള തരിപ്പിൽ വലിയ മാറ്റം അനുഭവപ്പെട്ടു. ഏതാണ്ടൊരു 80% കാലിനുള്ള തരിപ്പും പുകച്ചലും കുറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും ജീവനക്കാരുടെയും പെരുമാറ്റമാണ്. അവരുടെ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും ഒരു കരുതലും ഒരു പ്രത്യേകത. ഇതുവരെ ഒരു ആശുപത്രിയിൽ ഞാൻ കാണാത്ത ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്കത്. എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണത്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ചികിത്സയേക്കാളുപരി അവരോട് കാണിക്കുന്ന ഒരു സ്നേഹവും കരുതലുമാണ്. അത് അവരുടെ മനസ്സിന് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ആ നിലക്കാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണം സംബന്ധിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റും കൂടി നിലനിർത്തി അതോടൊപ്പം വെള്ളത്തിൻ്റെ അംശവും നിലനിർത്തി കൊണ്ടുപോകാനുള്ള നിർദ്ദേശവും എല്ലാ ദിവസവും വന്നിട്ട് അവർ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് കൗൺസിലിംഗ് തരുന്നുണ്ട്. ഇത് അസുഖമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതിനിങ്ങനെ ചെയ്യണമെന്നും ഇന്ന രീതിയിൽ, അതായത് മാനസികപരമായിട്ട് നമ്മളെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാക്കുക, നമ്മളെ അസുഖത്തെ സംബന്ധിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തി അങ്ങനെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാക്കുക. അങ്ങനെ എല്ലാ നിലക്കും പൊതുവിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ നിനക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്കത് വളരെയേറെ സന്തോഷം ഉണ്ട്. അതിന് ഞാൻ പൈസ കൊടുത്തിട്ട് ചികിത്സ നേടുന്ന ഒരാളാണെങ്കിലും ഇവരെ ഇങ്ങോട്ട് നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹവും കരുതലും ആ ഒരു പ്രത്യേകത തന്നെയാണ്. അതിന് എനിക്കുള്ള സന്തോഷവും എനിക്കുള്ള നന്ദിയും ഞാൻ ഇവരെ അറിയിക്കുകയാണ്.